തെക്കൻ ഫിലിപ്പീൻസിലെ മിന്ദനാവോ ദ്വീപിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിൽ വൻ നാശനഷ്ടങ്ങൾ. കടലിനടിയിൽ ഏകദേശം 10 കിലോമീറ്റർ ആഴത്തിലുണ്ടായ പ്രകമ്പനത്തെ തുടർന്ന് പടിഞ്ഞാറൻ പസഫിക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് സമീപമുള്ള തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും വാർത്താവിനിമയ, വൈദ്യുതി ബന്ധങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം 5 പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടതായാണ് വിവരം. ലോകത്തിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലയായ റിംഗ് ഓഫ് ഫയറിൽ സ്ഥിതി ചെയ്യുന്ന ഫിലിപ്പീൻസിലെ ഫിലിപ്പൈൻ ട്രെഞ്ചിൽ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിലുണ്ടായ ഉരസൽ മൂലമാണ് ഈ വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായതെന്ന് ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസസ് വ്യക്തമാക്കുന്നു. ആദ്യം 8.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പിന്നീട് GF ഇസൈഡ് പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു. അതേസമയം ഇന്തോനേഷ്യയിലെ ബോർണിയോ, സുലേവേസി തുടങ്ങിയ ഭാഗങ്ങളിൽ 3 മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു. ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അതിവേഗം ഏകോപിപ്പിച്ചു വരികയാണെന്ന് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയർ അറിയിച്ചു. ദേശീയ സർക്കാർ അടിയന്തര നടപടികളിലേക്ക് നീങ്ങുകയാണെന്നും മിന്ദനാവോയിലെ ജനങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ ഉറപ്പു നൽകി.